dear friends, welcome to yet another session of Knowledge Bytes. Yes. അപ്പോൾ Knowledge Bytes എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ നമ്മൾ ചില സമയത്ത് ഫ്രേസസ് ഡിസ്കസ് ചെയ്യും, ചില സമയത്ത് സെറ്റ് ഓഫ് വൺ വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും, ചില സമയത്ത് നമ്മൾ ഫ്രേസൽ വെർബ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യും അല്ലേ. യെസ്, നമുക്കറിയാം ബാങ്ക് എക്സാമിനേഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ് വൊക്കാബുലറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ചില സമയത്ത് പ്ലെയിൻ വേർഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും അല്ലേ, ആ വേർഡ്സിൻ്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ ഇന്ന മീനിങ്ങിൽ നിങ്ങൾക്ക് പാരഗ്രാഫിൽ തന്നിട്ടുള്ള വേർഡ് ഏതാണ്, അല്ലെങ്കിൽ ഈ ഒരു വേർഡിൻ്റെ സിനണിമായി നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വേർഡ്സ് ഏതാണെന്നൊക്കെ ചിലപ്പോൾ പ്ലെയിൻ നമ്മുടെ വേർഡ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം ക്വസ്റ്റ്യൻസ്. ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ഫ്രേസസ് അല്ലെങ്കിൽ ഫ്രേസൽ വെർബ്സ് അല്ലെങ്കിൽ വൺ വേർഡ്സിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ബാങ്ക് എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ വൊക്കാബുലറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ എറർ സ്പോട്ടിങ് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് കൂടുതലും ഗ്രാമർ ടോപ്പിക്സിനെ ബേസ് നമ്മൾ പഠിക്കണ ഗ്രാമർ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എറർ സ്പോട്ടിങ് ക്വസ്റ്റ്യൻസിൽ അവർ ചോദിക്കുന്നത് അല്ലേ. നമുക്കത് എന്താ പറയുക, ആ ഒരു ഗ്രാമർ ടോപ്പിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. ഐ മീൻ എന്താ പറയുക, ഒരു ലിമിറ്റഡ് ആയ ഒരു ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഉറപ്പിച്ചറിയാം ഇന്ന കാര്യങ്ങൾ. ഇപ്പോൾ ആർട്ടിക്കിൾസ് എന്നുള്ളൊരു ഗ്രാമർ ടോപ്പിക്കാണെങ്കിൽ ആ ടോപ്പിക്കിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇത് വിട്ടിട്ട് ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതേസമയം നമ്മുടെ വൊക്കാബുലറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണ സമയത്ത് ഏത് വേർഡായിരിക്കും അവർ ചോദിക്കണേ, അല്ലെങ്കിൽ ഏത് ഫ്രേസ് ആയിരിക്കും അവർ ചോദിക്കണേ, ഓറൽസ് ഏത് ഫ്രേസൽ വേർബ് ചോദിക്കും, അല്ലെങ്കിൽ ഏത് വൺ വേർഡ് ചോദിക്കും എന്നുള്ളതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വി കുഡിൻ ഗസ്, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വൊക്കാബുലറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റാണ് അല്ലേ. നമ്മൾ എത്ര കൂടുതൽ വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നോ അത്രയും കൂടുതൽ നമുക്ക് ആ ഒരു സെക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് മാർക്സ്. ഇപ്പോൾ നമ്മൾ റീഡിങ് കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ പാരാ ജമ്പിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം ആ ക്വസ്റ്റ്യൻ വായിക്കണം, അതിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കണം, അതിൽ നമുക്ക് കുറച്ച് കുറച്ചൊക്കെ റൂൾസും കാര്യങ്ങളും അപ്ലൈ ചെയ്ത് നമുക്കതിൽ കുറേ സ്റ്റെപ്സും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വൊക്കാബുലറിയുടെ കാര്യം നമുക്ക് പറയുമ്പോൾ നമുക്ക് നോക്കി നമുക്കതിൻ്റെ ആൻസർ പറയാൻ പറ്റും. നമുക്ക് എന്തറിയാമെങ്കിൽ ആ വേർഡിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഫ്രേസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിൽ. യെസ്, അപ്പോൾ എനിവേസ് ഇന്നത്തെ ഈ ഒരു നോളജ് ബൈറ്റ് സെഷനിലേക്ക് പോവാം. അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലായ ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ നോർമലായ കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കണം അതേ ഇമ്പോർട്ടൻസ്. നമ്മളിപ്പം ഗ്രാമർ ടോപ്പിക്സ് പഠിക്കുമ്പോൾ നമ്മൾ കൊടുക്കണ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കണ അതേ ഇമ്പോർട്ടൻസ് നമ്മൾ എന്തിനും കൂടെ കൊടുക്കണം. നമ്മുടെ ഈ വൊക്കാബുലറിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾക്കും നമ്മൾ കൊടുക്കണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കുറഞ്ഞത് ഒരു 8 അല്ലെങ്കിൽ ഒരു 8 മുതൽ 10 മാർക്സ് വരെ, 8 to 10 മാർക്സ് നമുക്ക് ഏത് സെക്ഷനിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, വൊക്കാബുലറിയിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നോളജ് ബൈറ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രേസാണ്. നോക്കിക്കോളൂ. റാപ്പ് വൺസ് നക്കിൾസ്. റാപ്പ് വൺസ് നക്കിൾസ്. വൺ അല്ലെങ്കിൽ സം വൺ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. റാപ്പ് സം വൺസ് നക്കിൾസ്. ഈ ഒരു രീതിയിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ റാപ്പ് ഓൺ ദ നക്കിൾസ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. റാപ്പ് ഓൺ ദ നക്കിൾസ്. ഈ രണ്ട് രീതിയിലും നമുക്ക് പറയാം. റാപ്പ് സം വൺസ് നക്കിൾസ് എന്നും പറയാം, റാപ്പ് ഓൺ ദ നക്കിൾസ് എന്നും പറയാം. രണ്ടും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സെയിം സംഭവമാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഫ്രേസിൻ്റെ പ്രത്യേകത എന്താണ്. ചിലപ്പോൾ അതിൻ്റെ ആ ഒരു സെറ്റ് ഓഫ് വേർഡ്സിൻ്റെ അതേ മീനിങ്ങിലായിരിക്കാം നമ്മൾ ആ ഫ്രേസ് യൂസ് ചെയ്യണത്. പക്ഷേ മിക്ക സമയങ്ങളിലും നമ്മൾ ഏത് മീനിങ്ങിലായിരിക്കും, വേറെ ഒരു മീനിങ്, അതിൻ്റെ ലിറ്ററൽ മീനിങ്ങിലാവില്ല, ഒരു ഡിഫറെൻ്റ് ആയ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു മീനിങ്ങിലായിരിക്കും നമ്മൾ ആ ഒരു ഫ്രേസ് യൂസ് ചെയ്യണത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലുള്ള വേർഡ്സിൻ്റെ മീനിങ്സ് ആദ്യം നോക്കാം. സം വൺസ് ആയാലും ഓൺ ദി ആയാലൊക്കെ നമുക്കറിയാം. സം വൺ എന്ന് പറയുമ്പം ആരുടെയെങ്കിലും എന്നുള്ളൊരു മീനിങ് ആണ്. ഇപ്പം റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പ്, RAP, ഒരു കൈൻഡ് ഓഫ് റാപ്പ് നമുക്കറിയാം, നമ്മൾ കേൾക്കാറുണ്ട്, റാപ്പ് മ്യൂസിക് എന്നൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. സോ അതേ കൈൻഡ് ഓഫ് ഒരു കൈൻഡ് ഓഫ് മ്യൂസിക്കാണ്, നമ്മളതിന് റാപ്പ് എന്ന് പറയാറുണ്ട്. വേറൊരു മീനിങ് എന്താണെന്ന് വെച്ചാൽ റാപ്പ് എന്ന് പറയുമ്പോൾ തല്ലുക, അടിക്കുക, അല്ലെങ്കിൽ ഇപ്പം നോക്ക് ചെയ്യുക, മുട്ടുക, ഹിറ്റ് അല്ലെ, ഇടിക്കുക എന്നൊക്കെ ഉള്ള ഇങ്ങനത്തെ ഒരു മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് റാപ്പ്. മനസ്സിലായല്ലോ. നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം, നക്കിൾ അല്ലേ. നക്കിൾ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഫിംഗർ, ഇതാണ് നമ്മുടെ വിരലിനാണ് നമ്മൾ ഫിംഗർ എന്ന് പറയുന്നത്. ഈ ഫിംഗർ നമ്മുടെ ഹാൻഡുമായി ജോയിൻ
ജോയിൻ ചെയ്യുന്ന പാർട്ട്. അതായത് നമ്മുടെ ഈ ഒരു ബോൺസിൻ്റെ ഈ ഒരു ഏരിയ അല്ലെ, നമുക്കറിയാം ഇതാണ് നമ്മുടെ ഫിംഗർ, ഇതിനെയാണ് നമ്മൾ ഫിംഗർ എന്ന് പറയണേ. ഇതാണ് നമ്മുടെ ഹാൻഡിൻ്റെ പാർട്ട്. അപ്പോൾ നമ്മുടെ ഈ ഫിംഗർ നമ്മുടെ ഹാൻഡുമായി ജോയിൻ ചെയ്യുന്ന പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഏരിയ ആണ്. നമ്മൾ കൈ ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചാൽ നമ്മളിങ്ങനെ ഒരു എല്ലിങ്ങനെ പൊങ്ങിയിരിക്കുന്ന ആ ഒരു ഏരിയയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഏരിയയ്ക്കാണ് നമ്മളതിനെ നക്കിൾസ് എന്നാണ് പറയുക. സോ അപ്പോൾ റാപ്പ് ഓൺ ദ നക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ നക്കിൾസിൻ്റെ മുകളിൽ നമുക്കൊരു തല്ല് കിട്ടുക അല്ലെങ്കിൽ ഒരു മുട്ട് കിട്ടുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് ഈ റാപ്പ് ഓൺ ദ നക്കിൾസ് എന്ന് പറയുന്നത്. ഈ ഒരു അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് അതാണ്. സോ ഈ ഫ്രേസ് നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യണേന്ന് നോക്കാം. നോക്കിക്കോളൂ. ടു ക്രിട്ടിസൈസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ടു സ്കോൾഡ്, അല്ലെങ്കിൽ ഓർ ടു പണിഷ് someone gently for something wrong. For something wrong done by them, അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം for doing something wrong, അങ്ങനെ നമുക്ക് പറയാം. For doing something wrong ഇങ്ങനെയും പറയാം, അല്ലെങ്കിൽ for something wrong done by them, അവർ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റ് അതിനു വേണ്ടി നമ്മൾ അവരെ പണിഷ് ചെയ്യുവാണ്, അല്ലെങ്കിൽ നമ്മൾ അവരെ സ്കോൾഡ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുവാണ്. അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ റാപ്പ് ഓൺ ദി നക്കിൾസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കും. ഇപ്പോൾ ക്രിട്ടിസൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്രിട്ടിസൈസ് എന്ന് പറയുമ്പം വിമർശിക്കുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ക്രിട്ടിസൈസ്. ക്രിട്ടിസൈസ് എന്നുള്ളതൊരു വെർബാണ്. സേ ഫോർ എക്സാമ്പിൾ ദ പബ്ലിക് criticized the rude behavior of the police force. ഞാനിവിടെ എഴുതാം, the public criticized the rude behavior of the police force against അത്രയും മതി. പോലീസ് ഫോഴ്സിൻ്റെ ആ റൂഡ് ബിഹേവിയർ, ഭയങ്കര ആ ഒരു റഫായിട്ടുള്ള അവരുടെ ആ ഒരു ബിഹേവിയറിന് എതിരായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയറിനെ ആര് ക്രിട്ടിസൈസ് ചെയ്തു, പബ്ലിക് ക്രിട്ടിസൈസ് ചെയ്തു. സോ ദ പബ്ലിക് ക്രിട്ടിസൈസ്ഡ് ദ റൂഡ് ബിഹേവിയർ ഓഫ് ദി പോലീസ് ഫോഴ്സ്. അപ്പോൾ ക്രിട്ടിസൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ വിമർശിക്കുക എന്നാണ് അതിനർത്ഥം. ക്രിട്ടിസ്ഡ് അല്ല, ക്രിട്ടിസൈസ്ഡ്. ക്രിട്ടിസൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ വിമർശിക്കുക. അപ്പോൾ ക്രിട്ടിസൈസ് എന്നുള്ളത് അതിൻ്റെ ഫസ്റ്റ് ഫോമാണ്. ക്രിട്ടിസൈസ് എന്നുള്ളത് അതിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അതിൻ്റെ സിംഗുലർ ഫോമാണ് ക്രിട്ടിസൈസസ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് എന്ത്, ക്രിട്ടിസൈസ്ഡ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് എന്ത്, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ക്രിട്ടിസൈസ്ഡ് ആണ്. അതിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്താണ്, അതിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിളും ക്രിട്ടിസൈസിങ്. മനസ്സിലായോ? യെസ്. അപ്പോൾ ഇതെന്താണ്, ഇത് ഞാൻ പറഞ്ഞു, ഇതതിൻ്റെ വെർബാന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്കറിയാം വിമർശിക്കുക എന്നുള്ളതിനൊരു നൗൺ ഫോം ഉണ്ട്, അതാണ് വിമർശനം. സോ അപ്പോൾ വിമർശനം എന്നുള്ളതിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, ക്രിട്ടിസിസം എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ക്രിട്ടിസിസം എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഹെൽത്തി ക്രിട്ടിസിസംസ് എപ്പോഴും വെൽക്കമിങ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. ചിലർ അൺഹെൽത്തി ആയ ക്രിട്ടിസിസംസ് ഉണ്ടാവും, ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ. ഇപ്പോൾ നമ്മൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു സിനിമയെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു സിനി ആക്ട്രസ് ഓർ ആക്ടറിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ആക്ടിങ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം, നമുക്കതിനെ വിമർശിക്കാം. അത് നല്ലതാണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ അത് മോശമാണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ആ ഏരിയയിൽ നല്ലതായിരുന്നു, ഇവിടെ മോശമായിരുന്നു എന്നൊക്കെ നമുക്ക് അവരെക്കുറിച്ച് നമുക്ക് അത്തരം ഒരു ഹെൽത്തി ആയ ക്രിട്ടിസിസംസ് നമുക്കാവാം. പക്ഷെ അത് വിട്ടിട്ട് അവരുടെ ചിലപ്പോൾ അത് വിട്ടിട്ട് കുറച്ചും കൂടെ ഡീപ്പായി അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ വാട്ടെവർ അങ്ങനെ ഒരുപാട് അൺഹെൽത്തി ആയ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു എന്താ പറയുക ഒരു ബോഡി സ്ട്രക്ചറിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുക. സോ അങ്ങനെ അൺഹെൽത്തി ആയ രീതിയിലുള്ള ക്രിട്ടിസിസംസ് ഉണ്ട്, ഹെൽത്തി ആയ രീതിയിലുള്ള ക്രിട്ടിസിസംസ് ഉണ്ട്. അപ്പോൾ ക്രിട്ടിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്താണ്, വിമർശനം. അതിനെയാണ് നമ്മൾ എന്ത് പറയണേ, ക്രിട്ടിസിസം എന്ന് പറയണേ. ക്ലിയർ ആയല്ലോ? യെസ്. ക്രിട്ടിസിസം ഒരു കൗണ്ടബിൾ ആയ വേർബാണ്, നൗണാണ്. ക്രിട്ടിസിസം എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ ആയ നൗണാണ്. അതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്, അതിൻ്റെ പ്ലൂറൽ ഫോം ക്രിട്ടിസിസംസ് എന്നാണ്. ലാസ്റ്റ് ആ എമ്മിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും, യെസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇനി സ്കോൾഡ്
സ്കോൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയുക എന്നുള്ളതാണ്. ചീത്ത പറയുക, വഴക്ക് പറയുക, ശകാരിക്കുക. സോ ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണേ? സ്കോൾഡ്. സ്കോൾഡും ഒരു വെർബാണ്. ഓക്കെ. പിന്നെ പനിഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശിക്ഷ. പനിഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശിക്ഷയാണല്ലേ. നമ്മൾ ഇപ്പോൾ ഇപ്പം ഷി പനിഷ്ഡ് ഹെർ ഡോട്ടർ. അവളുടെ ഡോട്ടറിനെ അവൾ പനിഷ് ചെയ്തു. ഇനി അതുപോലെ പനിഷ് എന്ന് പറയുന്നത് വെർബാണ്. പനിഷ്മെൻ്റ് ആണ്, പനിഷിൻ്റെ കാര്യം. അപ്പോൾ അതിൻ്റെ നൗൺ എന്താണ് വരിക? ശിക്ഷിക്കുക എന്നുള്ള നൗൺ എന്താണ്? ശിക്ഷയാണ്. ഇംഗ്ലീഷിലും ഉണ്ട് നൗണ് പനിഷ്മെൻറ്റ് എന്ന് നമ്മൾ പറയും. ക്ലിയർ ആയല്ലോ? അതേപോലെ സ്കോൾഡിൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെയാണ്. സ്കോൾഡിങ് ആണ്. ഇനി നമ്മൾ ഈ സ്കോൾഡിൻ്റെ നൗണിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഹെർ സ്കോൾഡിങ്, അവളുടെ ശകാരിക്കൽ എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്കോൾഡിങ്. ക്ലിയർ ആയല്ലോ? യെസ്. സംവൺ ജെന്റ്ലായി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഭയങ്കര ഹാർഷായിട്ടൊന്നും അല്ലാതെ കുറച്ചൊക്കെ സോഫ്റ്റായ രീതിയിൽ നമ്മൾ അവരെ പനിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ അവരെ വഴക്ക് പറയുക. എന്തിനാണ്? അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ഒരാളെ പനിഷ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അവരെ വഴക്ക് പറയുക അല്ലെങ്കിൽ നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് പറയണേ? റാപ്പ് ഓൺ ദ നക്കിൾസ് എന്ന് പറയുന്നത്. ഒരു ജെന്റിലായ ഒരു രീതിയിൽ, വല്ലാണ്ട് അവരെ ഹേർട്ട് ചെയ്യാത്ത ആ ഒരു രീതിയിൽ, വല്ലാണ്ട് റൂഡല്ലാത്ത കുറച്ചൊക്കെ സോഫ്റ്റായ രീതിയിൽ എന്നുള്ള ആ ഒരു മീനിങ്ങിൽ വി ക്യാൻ യൂസ് ദ ഫ്രേസ് റാപ്പ് ഓൺ ദ നക്കിൾസ്. ക്ലിയർ ആയല്ലോ? ഞാനൊരു എക്സാമ്പിൾ എഴുതാം. I got rap on the knuckles for not finishing my essay ഓൺ ടൈം. അല്ലേ? പറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ എസ്സേ ഫിനിഷ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടി? കുറച്ച് വഴക്ക് കേട്ടു, അല്ലെങ്കിൽ എന്നെ കുറച്ച് ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പനിഷ് ചെയ്തിട്ടുണ്ടാവാം. സോ ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഏത് ഫ്രേസ് യൂസ് ചെയ്യണം? നമ്മൾ യൂസ് ചെയ്യണത് റാപ്പ് ഓൺ ദ നക്കിൾസ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യണം. മനസ്സിലായല്ലോ? സോ നൗ ലെറ്റ്സ് ഡിസ്കസ് സിനണിംസ്. നമുക്കപ്പോൾ ഇതിൻ്റെ സിനണിംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് നോക്കാം. വി ക്യാൻ യൂസ് പനിഷ്, we can use scold, we can use criticize. നമുക്ക് criticize എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് യൂസ് ചെയ്യാം berate എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. berate. lambast എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. lambast. berate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വഴക്ക് പറയുക, ചീത്ത പറയുക, സ്കോൾഡ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണേ? നമ്മൾ lambast എന്നുള്ളൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് യൂസ് ചെയ്യാം upbraid എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. upbraid എന്ന് പറഞ്ഞാലും അതാണ്. upbraid എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? upbraid എന്ന് പറഞ്ഞാലും വഴക്ക് പറയുക, ചീത്ത പറയുക, സ്കോൾഡ്, അല്ലേ? ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ upbraid എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യണത്. ലാംബാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ക്രിട്ടിസൈസ് സംവൺ റൂഡ്ലി അല്ലെങ്കിൽ ഹാർഷ്ലി, ഭയങ്കര സിവിയറായിട്ട് നമ്മൾ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ലാംബാസ്റ്റ്. നെക്സ്റ്റ് വണ്ണാണ് അഡ്മോണിഷ്. അഡ്മോണിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഓക്കെ. അഡ്മോണിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോൾഡ് ചെയ്യുക, വഴക്ക് പറയുക, അല്ലെങ്കിൽ വാൺ ചെയ്യുക, ആ ഒരു മീനിങ്ങാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസപ്രൂവൽ അവരെ അറിയിക്കുക. നമ്മൾ അവർ ചെയ്ത കാര്യത്തിൽ നമ്മൾ ഹാപ്പി അല്ല, അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ നമുക്കതിൽ അവരോട് ദേഷ്യം ഉണ്ടെന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരു നമ്മളതിനെ അപ്രൂവ് ചെയ്യുന്നില്ല, നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണില്ല എന്നുള്ള ആ ഒരു കാര്യം അവരെ പറഞ്ഞ് അവരോട് നമ്മൾ അറിയിക്കണത്. സോ ആ ഒരു മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യണ ഒരു വേർഡാണ് എന്ത്? അഡ്മോണിഷ്. ക്ലിയർ ആയല്ലോ? സോ ഇതൊക്കെയാണ് നമ്മുടെ റാപ്പ് ഓൺ. ചുരുക്കി പറഞ്ഞാൽ വഴക്ക് പറയുക, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, പനിഷ് ചെയ്യുക എന്നൊക്കെ ആ ഒരു മീനിങ്സിൽ വന്ന വേർഡ്സ്, അത്തരം മീനിങ്സിൽ വന്ന വേർഡ്സ് ഒക്കെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? റാപ്പ് ഓൺ ദ നക്കിൾസ് എന്നുള്ള വേർഡ്സിൻ്റെ സിനണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ആൻറ്റണിംസ് നമ്മൾ പറയുമ്പോൾ നമുക്കിതിൻ്റെ ആൻറ്റണിമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വേർഡാണ് പ്രൈസ് എന്നുള്ള വേർഡ് വേണമെങ്കിൽ പറയാം. പ്രൈസ് എന്ന് പറയുമ്പം അവർ നമ്മൾ പ്രശംസിച്ച് പറയണതിനെയാണ് നമ്മൾ പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നല്ലതായി തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? വി പ്രൈസ് ദം, അല്ലേ? അവർ നമ്മൾ പ്രൈസ് ചെയ്യും, അവർ നമ്മൾ പ്രശംസിച്ച് പറയും. സോ ആ ഒരു മീനിങ്ങിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? പ്രൈസ് എന്നുള്ള വേർഡ് റാപ്പ് ഓൺ ദ നക്കിൾസിൻ്റെ
ആൻറ്റണിം ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. യെസ്, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഫ്രേസ് റാപ്പ് ഓൺ ദ നക്കിൾസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്, നമ്മുടെ നോളജ് ബൈറ്റിൻ്റെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഭയങ്കര സിമ്പിളായ ഒരു ഫ്രേസ് ആയിരുന്നു. എന്താണ്? റാപ്പ് ഓൺ ദ നക്കിൾസ് അല്ലേ? യെസ്. അപ്പോൾ റാപ്പ് ഓൺ ദ നക്കിൾസിൻ്റെ മീനിങ്ങും നമ്മൾ ആ ഒരു സിമിലർ മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേർഡ്സും അതിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഈ ഒരു നോളജ് ബൈറ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദി കോമെൻറ്റ് സെക്ഷൻ. നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ വിൽ ഡിസ്കസ് ഇറ്റ് ഓവർ ദെയർ, അതർവൈസ് വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ എനി ഓഫ് ദി അപ്കമിങ് സെഷൻസ്. നമ്മുടെ വരുന്ന ഏതെങ്കിലുമൊക്കെ ഫ്യൂച്ചറിൽ വരുന്ന ഏതെങ്കിലും സെഷൻസിൽ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു നോളജ് ബൈറ്റ് സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? യെസ്, അപ്പോൾ വൈൻഡപ്പ് ചെയ്യണതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ഈ ഒരു മിഷൻ ബാങ്ക് യൂട്യൂബ് ചാനലിൽ വി ആർ കണ്ടക്ടിങ് സെഷൻസ് ഫോർ ബാങ്ക് എക്സാമിനേഷൻസ് ആൻഡ് ഫോർ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസ്. നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ഈ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്ന സമയത്ത് അവർക്ക് അവിടെ എന്ത് സ്റ്റാൻഡേർഡിലാണോ അല്ലെങ്കിൽ എന്ത് ഡെപ്തിലാണോ എന്ത് ക്വാളിറ്റിയിലാണോ അവർക്ക് അവിടെ നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവർക്ക് അവിടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യണേ, അത്രയും സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ നമ്മൾ ശ്രമിക്കണേ. കുറേയൊക്കെ അതിന് പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഫ് യു ഹാവ് എനി സജഷൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ യെസ് പ്ലീസ് കോമെൻറ്റ് ഇൻ ദി കോമെൻറ്റ് സെക്ഷൻ. കോമെൻറ്റ് സെക്ഷനിൽ നിങ്ങൾ വന്ന് പറഞ്ഞാൽ മതി. നമുക്കിപ്പോൾ ഉടനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ യെസ് വിൽ ഇംപ്ലിമെൻറ്റ് നൗ ഇറ്റ് സെൽഫ്. ഇനി ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ യെസ് നമ്മുടെ ചാനൽ കുറച്ചും കൂടെ സക്സസ്ഫുൾ ആയിട്ട് കുറച്ചധികം വ്യൂവേഴ്സൊക്കെ ആയതിനു ശേഷം, അതേപോലെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം പിന്നെ നമുക്ക് ഒരുപാട് പോർഷൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് പോർഷൻസൊക്കെ കവർ ചെയ്തിട്ട് നിങ്ങളുടെ സജഷൻസ് എല്ലാം 1 by 1 ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എൻ്റെ മനസ്സിലും ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്കെല്ലാം നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ചാനലിൽ കുറച്ചും കൂടെ സക്സസ് ആയി നമ്മുടെ പോർഷൻസ് കുറച്ചൊക്കെ കവർ ചെയ്തതിന് ശേഷം നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. യെസ്, അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. യെസ്, നിങ്ങളും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണതെങ്കിൽ യെസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് നോളജ് ബൈറ്റ്, അതായത് നോളജ് ബൈറ്റിൻ്റെ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വേറൊരു ഫ്രേസോ അല്ലെങ്കിൽ ഫ്രേസൽ വെർബോ അല്ലെങ്കിൽ കുറച്ച് 1 വേർഡ്സ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.